അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ മാധുര്യം, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം നാലാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ നമസ്കാരത്തിൻ്റെ ഒരു ആമുഖം എന്നോണം അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, പ്രതിഫലത്തെ സംബന്ധിച്ചും അതിലുണ്ടായിരിക്കേണ്ട ഖുശൂഇനെ സംബന്ധിച്ച്, ഖുശൂഅ് നേടിയെടുക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ചെല്ലാം മുൻഭാഗങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇനി നമ്മൾ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ ഉപചാരങ്ങളിൽ അതിനു മുമ്പായിട്ട് കടന്നു വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അത് പറഞ്ഞതിന് ശേഷം അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന് ആ ബാങ്കാണ്. ബാങ്ക് നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ഒരു പൊതു അറിയിപ്പാണ്. നമസ്കാരം ആരംഭിക്കാനായി എന്നുള്ള ഒരു സൈറണാണ് ആ ബാങ്ക് വഴി നമ്മൾ ആളുകളിലേക്ക് നൽകുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സീറയിൽ ഒരു ഭാഗം മുഴുവൻ വിശദമായിട്ടത് സംസാരിച്ചതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എങ്ങനെ ആ ബാങ്കിൻ്റെ സമയം ആളുകളെ അറിയിക്കുമെന്നുള്ള ഒരു ചർച്ച വന്ന സമയത്ത് സ്വഹാബികൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില ആളുകൾ നമുക്ക് ഒരു മണി മുഴക്കാം, അല്ലെങ്കിൽ കുഴലൂതാം, ഈ രൂപത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്ന സമയത്ത് അതിലൊരു തീരുമാനമാകാതെ അന്നവർ പിരിഞ്ഞു പോവാണ്. അന്നത്തെ രാത്രി ഒരു സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ബാങ്കിൻ്റെ പദങ്ങൾ അദ്ദേഹം സ്വപ്നം കാണാൻ. പിറ്റേ ദിവസം അദ്ദേഹം അത് റസൂലുള്ളാഹിയായിട്ട് പങ്കുവെച്ചു. സമാനമായിട്ടുള്ള സ്വപ്നം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വപ്നത്തെ ശരിവെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ആ ബാങ്ക് നിലവിൽ വരികയാണ്. റസൂലുള്ളാഹി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യത്തെ ബാങ്ക് വിളിക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ ബാങ്ക് എന്നുള്ളത് ഓരോ ദിവസവും 5 നേരം അള്ളാഹുവിലേക്ക്, അല്ലെങ്കിൽ ആ നമസ്കാരത്തിലേക്ക്, ആ വിജയത്തിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കോൾ എത്ര പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അതിന് നൽകുന്ന ആ പ്രാധാന്യമാണ് കാണിച്ചിരുന്നത്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുകൾ ആ കോൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നമ്മളത് ആൻസർ ചെയ്യും. അതേസമയം അത്ര താല്പര്യമൊന്നും ഇല്ലെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യും, അതല്ലെങ്കിൽ അത് കട്ട് ചെയ്യും. ആ രൂപത്തിലാണ് അള്ളാഹു അക്ബർ എന്നുള്ള ആ ഒരു ഉണർത്തലോടുകൂടെ അതാണ് ആ ബാങ്ക് ആരംഭിക്കുന്നത് തന്നെ. മനോഹരമായിട്ടുള്ളൊരു കാര്യം, അള്ളാഹു അക്ബർ എന്നുള്ള ആ ഒരു തക്ബീർ അത് ബാങ്കിൽ ആവർത്തിക്കുന്നുണ്ട് 6 തവണ. അതേപോലെ തന്നെ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതും അത് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് നമസ്കാരത്തിലുള്ള ഓരോ ചലനങ്ങളിലും അതേ പദം നമ്മൾ ആവർത്തിച്ച് നമ്മൾ ഉണർത്തുന്നുണ്ട്. ഇഅ്തിദാൽ മാത്രമാണ് ഇതിലൊരു എക്സെപ്ഷനായിട്ട് വരുന്നത്. 4 റക്അത്ത് നമസ്കാരത്തിൽ 20-ലധികം തവണ അള്ളാഹു അക്ബറാണ് നമ്മളെ ഉണർത്തുന്നത്. അതല്ലെങ്കിൽ നമസ്കാരാനന്തരമുള്ള അദ്കാറുകൾ റസൂലുള്ളാഹി പഠിപ്പിച്ച സമയത്തും അവിടെയും 33 തവണ അള്ളാഹു അക്ബർ നമ്മൾ ഉരുവിടുന്നുണ്ട്. അപ്പം അവിടെ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ഒരു പ്രഖ്യാപനം. അത് കേവലം നാവ് കൊണ്ട് ഉരുവിടുക മാത്രമല്ല. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇദാ ഖുൽത അല്ലാഹു അക്ബർ ഫജഅൽ ഖൽബക യുസദ്ദിഖു ലിസാനക്. നീ അല്ലാഹു അക്ബർ എന്ന് നാവ് കൊണ്ട് പറയുന്ന സമയത്ത് നിന്റെ ഹൃദയം അതിനെ സത്യപ്പെടുത്തട്ടെ എന്നുള്ളതാണ്. കാരണം ഒരാൾ അല്ലാഹു അക്ബർ എന്നുള്ളത് കേവലം നാവ് കൊണ്ട് ഉരുവിടാതെ ഹൃദയം അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു അക്ബർ മിൻ ഹമ്മിക്, അല്ലാഹു അക്ബർ മിൻ ഖൗഫിക്, അല്ലാഹു അക്ബർ മിൻ ദുനിയാക്, എൻ്റെ ചിന്തകളേക്കാൾ, എൻ്റെ താല്പര്യങ്ങളേക്കാൾ, എൻ്റെ വിഷമങ്ങളേക്കാൾ, എൻ്റെ ഭയത്തേക്കാൾ, എൻ്റെ ദുനിയാവിനേക്കാളെല്ലാം അക്ബറായിട്ടുള്ള അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അയാൾ നിരന്തരം അടിക്കടി അയാൾ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി അയാളുടെ പ്രശ്നങ്ങളും അയാൾ തന്നെയും ചെറുതായിട്ട് അസ്ഗറായിട്ട് മാറാണ്. എല്ലാത്തിൻ്റെയും പരിഹാരത്തിന് മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യം അടിക്കടി അയാളെ ഉണർത്തുകയാണ്. അപ്പോൾ ദുനിയാവിനേക്കാളെന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പിലുള്ള ആ മഹാപ്രപഞ്ചം എത്ര വിശാലാണ്, അതിൻ്റെ മുമ്പിൽ നമ്മൾ എത്ര നിസ്സാരന്മാരാണ്. അപ്പോൾ അള്ളാഹു അതെന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഗാഫിറിൻ്റെ 57-ാമത്തെ വചനത്തിൽ ല ഖൽഖു സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിന്നാസ്. നിങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലുതാണ് ആ ഒരു മഹാപ്രപഞ്ചം സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ആ ആകാശഭൂമികളുടനീളം മുഴക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അക്ബർ, അള്ളാഹിൻ്റെ ഔന്നിത്യവും നമ്മുടെ ആ ഒരു നിസ്സാരത, നമ്മുടെ ചെറുപ്പമാണ്. അള്ളാഹുവാണ് എല്ലാത്തിനേക്കാൾ വലിയവൻ എന്നുള്ളതിൻ്റെ ആ ഒരു ഡെയിലി റിമൈൻഡറാണ് ആ നമസ്കാരവും ബാങ്കും എല്ലാം. അത് നമ്മൾ നിരന്തരം നമ്മളെ തന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഏറ്റവും വലിയവനാണ്, അക്ബറാണെന്ന് ഒരാൾ ഉൾക്കൊള്ളുന്നതോടുകൂടെ അവൻ്റെ ആ നിസ്സാരത, അവൻ അസ്ഗറാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവനുണ്ടാവുകയാണ്. അത് മനസ്സിലാക്കി അള്ളാഹിൻ്റെ മുമ്പിൽ അയാൾ വിനയാന്യതനായിട്ട് അവിടെ നിൽക്കുകയാണ്. ആ വിനയത്തിൻ്റെ പ്രകടനമാണ് നമസ്കാരം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള രൂപമാണ് ആ സുജൂദ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പം എൻ്റെ മുഴുവൻ കഴിവുകളും, എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, ഹിദായത്തടക്കം അത് നീ എനിക്ക് ഗിഫ്റ്റായിട്ട് നൽകിയതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ അത് ബാങ്കിനെ സംബന്ധിച്ച് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിന് പറയുന്ന ആ പദങ്ങൾ അതേ രൂപത്തിൽ മറുപടിയായിട്ട് കേൾക്കുന്ന ആളുകൾ പറയേണ്ടതുണ്ട്. പക്ഷെ അതിലൊരു സ്ഥലത്ത് മാത്രം അത് ഹയാല സ്വലാ, ഹയാലൽ ഫലാഹ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ അതല്ല പറയുന്നത്, മറിച്ച് അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അതാണ് നമ്മൾ മറുപടിയായിട്ട് പറയുന്നത്.
ആദ്യം ആ വിജയത്തിലേക്ക് വിളിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സക്സസ്, വിജയം അവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ അള്ളാഹു എവിടെ വിജയം ഉണ്ടെന്ന് പറഞ്ഞോ അവിടെ തിരയാതെ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലാണ് ആ സക്സസ്സിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ കരിയർ, ചില ആളുകൾ ബിസിനസ്, ചില ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം എങ്ങനെ വിജയിയാകാമെന്നുള്ളതിനെ സംബന്ധിച്ച് നൂറുകണക്കിന് മോട്ടിവേഷൻ അതല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെല്ലാം ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ആ സക്സസിൻ്റെ റെസിപ്പി എവിടെയാണെന്ന് 5 നേരം അള്ളാഹു നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിയ ആളുകൾ, അതായത് അള്ളാഹുവിൻ്റെ ആ വിളിക്ക് 5 നേരം ഉത്തരം നൽകാൻ സന്നദ്ധരാകുന്ന ആളുകൾ, അതിൻ്റെ പേരിൽ അവർ ചിന്തിക്കേണ്ടതില്ല ഞങ്ങളുടെ മെച്ചം കൊണ്ടാണ്, ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടാണ് മറ്റുള്ള ആളുകളെല്ലാം മോശക്കാരാണ്, ആ രൂപത്തിൽ ചിന്തിക്കേണ്ടതില്ല. മറിച്ച് ആ ഹിദായത്ത് അല്ലെങ്കിൽ അതിനുള്ള തൗഫീഖ് അത് അള്ളാഹു നിനക്ക് നൽകിയതാണ്. അപ്പോൾ അവിടെയും രൂപപ്പെടാൻ സാധ്യതയുള്ള ആ ഒരു അഹംഭാവം അല്ലെങ്കിൽ ആ കിബറിന് അവിടെ തച്ചുടക്കാണ്. അതുകൊണ്ടാണ് ആ വിജയത്തിലെ സംബന്ധിച്ച് കേൾക്കുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ, ആ ഹൗല് അതായത് ആ പരിവർത്തനം, അതേപോലെ തന്നെ അതിനുള്ള പവർ, ഖുവ്വ, അതെല്ലാം അതെനിക്ക് അള്ളാഹു നൽകിയതാണ്, എൻ്റെ കഴിവുകൊണ്ടല്ല. മറ്റുള്ള എത്രയോ ആളുകളിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് അള്ളാഹുവിൻ്റെ ആ വിളിക്ക് എനിക്ക് ഉത്തരം നൽകാൻ സാധിച്ചത്, എൻ്റെ മനസ്സിലുള്ള ആ മടിയെല്ലാം മാറ്റി അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് എനിക്ക് മടങ്ങാൻ സാധിച്ചത്, അതെനിക്ക് അള്ളാഹു നൽകിയ വലിയ തൗഫീഖാണ്. അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്താണ്. അപ്പോൾ അള്ളാഹിൻ്റെ അതിഥികൾ, ഹാജിമാരെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ആ ബൈത്തുള്ള അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് അതിഥികളായിട്ട് വന്നവരാണ്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനത്തിൽ ആ സദ്യയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അത് അള്ളാഹു നിനക്ക് നൽകിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിന് വിനയത്തോടുകൂടെ അള്ളാഹിൻ്റെ മുമ്പിൽ നന്ദിയുള്ളവരാവുക, അതല്ലാതെ അതിൻ്റെ പേരിൽ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പണ്ഡിതൻ പങ്കുവെച്ച മനോഹരമായിട്ടുള്ളൊരു അനുഭവം. പുതുതായിട്ട് ഇസ്ലാം സ്വീകരിച്ചൊരു വ്യക്തി, ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥനകളും മറ്റൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ആ പള്ളിയിൽ കൃത്യമായിട്ട് നമസ്കാരത്തിന് എല്ലാ വക്തിലും അദ്ദേഹം ഉണ്ടാകും. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആ ഇമാം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ നമസ്കാരത്തിലുടനീളം എന്താണ് ചെല്ലാറുള്ളത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കാറുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പലപ്പോഴും ചിന്തിക്കുക, ഈ പട്ടണത്തിൽ 10,000-കണക്കിന് ആളുകളുണ്ട്, പക്ഷേ ഈ പള്ളിയിലാകെ 10-15 ആളുകൾ മാത്രമാണ്. അപ്പോൾ ഇത്രയും ആളുകളിൽ നിന്നും അള്ളാഹു സെലക്ട് ചെയ്തത് ഈ 15 ആളുകൾ മാത്രമാണ്. അതിൽ എന്നെ അള്ളാഹു ഉൾപ്പെടുത്തിയല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരുന്ന സമയത്ത് പലപ്പോഴും നമസ്കാരത്തിലുടനീളം ഞാൻ കരയോ എന്നുള്ളതാണ്. ഈ രൂപത്തിൽ ആ ഹിദായത്തിൽ നൽകിയതിന് അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. മറിച്ച് അതല്ലാതെ അത് ലഭിച്ചതിൻ്റെ പേരിൽ അഹങ്കരിക്കാനോ മറ്റോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ നമുക്കറിയാം, പിശാച് ലഅനഹുള്ള അള്ളാഹിനോട് ഏറ്റവും അടുത്ത ആളായിരുന്നു. പക്ഷേ എന്നിട്ടും അന ഖൈറുമിൻ, ഞാൻ മികച്ചവനാണെന്നുള്ള ഒരു ചിന്ത പിശാചിനെ ഏറ്റവും വഴിപടച്ചവനാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില അറാബികളായിട്ടുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. ശേഷം അവരെന്തോ വലിയ കാര്യം റസൂലുള്ളാഹിക്ക് വേണ്ടി ചെയ്തു എന്നുള്ള രൂപത്തിൽ ചിന്തിച്ച സമയത്ത് അള്ളാഹു അവരെ തിരുത്തുന്നുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, അതായത് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് വലിയ കാര്യമായിട്ട് പറയുന്നു, പക്ഷേ ബലില്ലാഹി യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ, നിങ്ങൾ അങ്ങോട്ട് വലിയ ഫേവർ ചെയ്യല്ല, മറിച്ച് ആ ഇസ്ലാം അല്ലെങ്കിൽ ആ ഹിദായത്ത് നിങ്ങൾക്ക് നൽകുക വഴി അള്ളാഹു നിങ്ങളോട് ഏറ്റവും വലിയ കാരുണ്യം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അത് തിരിച്ച് ആ രൂപത്തിൽ അവരെ തിരുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഹിദായത്തിൻ്റെ പാതയിൽ എത്തിയതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് ഞാനെന്തോ ഒരു സംഭവമാണെന്ന്, അല്ലെങ്കിൽ ആ ഉജുബ് ഒരാളിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ ലൗലം തുദ്നിബു ലഖശീതു അലൈക്കും മാഹു അക്ബർ മിൻ ദാലിക് അൽ ഉജുബ്, റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന വലിയൊരു കാര്യം ആ ഉജുബാണ്, ആത്മാഭിമാനം, സെൽഫ് അഡ്മിറേഷൻ. അതായത് ചെയ്യുന്ന നന്മയുടെ പേരിൽ ഞാൻ വലിയ സംഭവമാണെന്നും മറ്റുള്ള ആളുകൾ മോശമാണെന്നും ചിന്തിക്കുക, ആ രൂപത്തിലുള്ള ചിന്താഗതി, അതാണ് ഉജുബ് എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരാൾ രാത്രി നമസ്കരിക്കണം എന്നുള്ള നെയ്യത്തോടു കൂടെ കിടന്ന് അയാൾ ഉറങ്ങിപ്പോയി രാവിലെ നമസ്കരിക്കാൻ കഴിയാതെ കുറ്റബോധത്തോടു കൂടെ എഴുന്നേൽക്കുന്നതാണ്. രാത്രിയിൽ ഉടനീളം നമസ്കരിച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് മറ്റുള്ള ആളുകളെല്ലാം നോക്കി ഇവനൊക്കെ എന്തിനു പറ്റും, ഞാൻ രാത്രി മുഴുവൻ നമസ്കരിച്ച ആളാണെന്ന് ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലതാ കിടന്നുറങ്ങിയ ആളാണെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇമാം സഅദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു സംഭവത്തിൽ, അപ്പം അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് പിതാവ് ഒരിക്കൽ അദ്ദേഹത്തെ രാത്രി നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുകയാണ്. അപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി അവർ ഉളൂ ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടുള്ള ആളുകൾ മുഴുവൻ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആ കുട്ടി അത് കണ്ട സമയത്ത് അവന് പറയുന്നൊരു കമൻറ്റ്, അവൻ പറഞ്ഞു, ഈ ചുറ്റുള്ള ആളുകൾക്കൊന്നും നമസ്കരിക്കാനുള്ള ഭാഗ്യമല്ല, അവരെല്ലാം ശവം പോലെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ പിതാവ് പറയുന്നുണ്ട്, മോനെ ഈ രൂപത്തിൽ പറയുന്നതിനേക്കാൾ നല്ലത് നീയും അവരോടൊപ്പം കിടന്നുറങ്ങുന്നതായിരുന്നു. ആ രൂപത്തിൽ പിതാവ് ആ മകനെ തിരുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ആ ഹിദായത്ത് ലഭിച്ചത് അതെൻ്റെ മിടുക്കൊണ്ടല്ലാന്ന് തിരിച്ചറിഞ്ഞ് അത് നൽകിയവനോട് കൂടുതൽ നന്ദിയുള്ളവരാവുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ.
അപ്പോൾ നമ്മൾ ആ ബാങ്കിൻ്റെ ആരംഭം, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്, ശേഷം നമ്മൾ ആവർത്തിച്ച് ഉരുവിടുന്ന അല്ലാഹു അക്ബർ, അതിനെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നൽകുന്ന മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണം, അല്ലാഹു അക്ബർ എന്നുള്ളത് ഇസ്മു തഫ്ലീൽ, അല്ലാഹു ഏറ്റവും വലിയവനാണ്, അല്ലാഹു ഗ്രേറ്റസ്റ്റ്, ആ രൂപത്തിലെല്ലാം നമ്മൾ പരിഭാഷ നൽകാറുണ്ട്. ആ വിശേഷണത്തിൽ, ആ സൂപ്പർലെറ്റീവ് ഡിഗ്രിയിൽ, അതായത് ഏറ്റവും ഉയർന്ന തലം, ഇപ്പോൾ സ്മോളസ്റ്റ്, ഗ്രേറ്റസ്റ്റ്, ആ രൂപത്തിൽ ഏറ്റവും ഉയർന്ന ഡിഗ്രിയിലാണ് അതിന് നമ്മൾ പരിഭാഷപ്പെടുത്താറുള്ളത്. അതേസമയം ഇപ്പോൾ വിശേഷണ രൂപങ്ങളിൽ പിന്നീട് കടന്നു വരുന്ന കമ്പാരിറ്റീവ് ഫോം ഉണ്ട്. അതായത് ഒന്നിനെ മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിക്കാറ് തുലന രൂപം എന്ന് പറയും, അല്ലെങ്കിൽ താരതമ്യ രൂപം. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ സെയ്ദ് വലീദിനേക്കാൾ സ്പീഡുള്ള, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ സ്മോളർ ദാൻ, ഒന്നൊന്നിനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഫോം എന്നുള്ളത്. അപ്പം അത്തരത്തിലൊരാൾ പറയുന്ന സമയത്ത് അയാൾ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത് കൂടെ പറയേണ്ടതുണ്ട്, എങ്കിൽ മാത്രമാണ് ആ പദം പൂർത്തിയാകുന്നത്. ഗ്രേറ്റർ ദാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല, അത് എന്തിനോടാണെന്നുള്ളത് കൂടെ അവിടെ ചേർക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ എന്നുള്ളത് അത് കമ്പാരിറ്റീവ് ഫോമിലാണ്. അല്ലാഹു വലിയവനാണ്, എന്തിനേക്കാൾ എന്നുള്ളത് അവിടെ ബ്ലാങ്കാണ്, അവിടെ ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് പറയുന്നില്ല. അപ്പം അവിടെ ആ ഒബ്ജക്റ്റ്, ആ വിട്ട ഭാഗം, നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികൾ വെച്ചാണ് ബാക്കി പൂരിപ്പിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ആ ബാങ്ക് കേൾക്കുകയാണ്. അപ്പോൾ അയാൾ അവിടെ ആ കച്ചവടം അവസാനിപ്പിച്ച പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അല്ലാഹു ആണ് എൻ്റെ കച്ചവടത്തേക്കാൾ വലുതെന്ന് അയാൾ അവിടെ ഫില്ല് ചെയ്യണം, അവിടെ അയാൾ തെളിയിക്കുകയാണ്. അപ്പോൾ മരണം വരെ ഈ ഒരു കോള് അല്ലെങ്കിൽ ഈ ബാങ്ക് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചോയ്സ് നമ്മളിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ലിറ്റ്മസ് ടെസ്റ്റാണ് ഓരോ ദിവസവും 5 നേരം നടന്നുകൊണ്ടിരിക്കുന്നത്. നിനക്ക് അല്ലാഹു ആണോ വലുത്, അല്ലെങ്കിൽ നിൻ്റെ ചോയ്സിൽ വരുന്ന കാര്യങ്ങളാണോ വലുത്? അവിടെ നമ്മൾ ആ 5 നേരം ആ ഫോം നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അല്ലാഹു അക്ബറിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് എന്താണ് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ അതിലൂടെ ട്യൂൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു പദത്തിൻ്റെ, ആ പ്രഖ്യാപനത്തിൻ്റെ വലുപ്പമാണ് നമ്മളിവിടെ കാണുന്നത്. അത് കേവലം നാവ് കൊണ്ട് ഉരുവിടാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിലുടനീളം ഒരാളത് പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, ഇദാ ഖുൽത അല്ലാഹു അക്ബർ ഫജഅൽ ഖൽബക യുസദ്ദിഖു ലിസാനക്. നീ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത്, നാവ് കൊണ്ട് പറയുന്ന സമയത്ത്, ഹൃദയം ആ നാവിനെ സത്യപ്പെടുത്തട്ടെ എന്നുള്ളതാണ്. ജീവിതത്തിലുടനീളം എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ താല്പര്യങ്ങളേക്കാൾ, എനിക്ക് എല്ലാത്തിനേക്കാൾ പ്രിയപ്പെട്ടത്, എല്ലാത്തിനേക്കാൾ എനിക്ക് വലുത് അല്ലാഹു ആണെന്ന് അയാൾ ആ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച ഉടനെ ആദ്യമായിട്ട് അല്ലാഹു ഖും ഫഅൻദിർ, ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ പറഞ്ഞു. ഉടനെ തന്നെ പിന്നീട് അല്ലാഹു കൽപ്പിച്ചത് വറബ്ബക ഫകബ്ബിർ, അവിടെയും അള്ളാഹിൻ്റെ ആ മഹത്വം വിളംബരം ചെയ്യാനുള്ള അതിനുള്ള കൽപ്പനയാണ്. മറ്റൊരു സൈഡ് പോയിന്റ്, ആ റബ്ബക്ക ഫക്കബിർ എന്നുള്ളത് അതൊരു പാലിൻഡറാണ്. അതായത് അത് തിരിച്ചു വായിച്ചാലും അത് തന്നെയാണ് കിട്ടുക. അപ്പോൾ മലയാളം എന്നെല്ലാം എഴുതി വായിക്കുന്നത് പോലെ മനോഹരമായിട്ടുള്ളൊരു പദം കൂടെയാണത്. വീണ്ടും അല്ലാഹു അവൻ്റെ ആ മഹത്വത്തെ ആവർത്തിച്ച് വാഴ്ത്തിക്കൊണ്ടിരിക്കാനുള്ള നിർദ്ദേശം സൂറത്തുൽ ഇസ്രാഇൻ്റെ അവസാനത്തെ വചനത്തിൽ, വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുല്ലഹു ശരീകം ഫിൽ മുൽക്കി വലം യകുല്ലഹു വലിയ്യം മിനദ്ദുല്ലി വകബ്ബിർഹു തക്ബീറ. അള്ളാഹുവിന് സ്തുതി, അവന് യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല, പ്രപഞ്ചത്തിൻ്റെ ആധിപത്യത്തിൽ മറ്റൊരു പങ്കാളിയില്ല, അവന് യാതൊരു സഹായവും ആവശ്യമില്ലാത്ത വിധം അവന് എല്ലാ ദുർബലതയ്ക്കും അതീതനായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള അള്ളാഹ്ക്ക്, അള്ളാഹിൻ്റെ അത്യുന്നതമായിട്ടുള്ള അള്ളാഹുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ വകബ്ബിർഹു തക്ബീറ, അവൻ്റെ മഹത്വത്തെ നിങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുതന്നെയാണ് ആ ബാങ്കിൽ 5 നേരവും ആ തക്ബീറിലൂടെ നമ്മൾ ആ മഹത്വത്തെ വാഴ്ത്തുന്നു, അല്ലെങ്കിൽ നമസ്കാരത്തിലൂടെ ജീവിതത്തിലുടനീളം അള്ളാഹിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് മറ്റൊരു മനോഹരമായിട്ടുള്ള പോയിന്റ്, ഓരോ ദിവസവും ആ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആ ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്ത് കഴിയുന്ന സമയത്ത് അടുത്ത ഭാഗത്ത് തുടരാണ്. അങ്ങനെ 24 മണിക്കൂറും ആ ഭൂമിയിലുടനീളം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ബാങ്ക് മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വകബ്ബിർഹു തക്ബീറ. ഇനി ആ ബാങ്കിൻ്റെ ശ്രേഷ്ഠതയായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ചു. ആ ബാങ്ക് കേൾക്കുന്ന, ബാങ്കിന് സാക്ഷിയാകുന്ന സർവ്വതും, മനുഷ്യരും ജിന്നുകളും മലക്കുകളും സർവ്വചരാചരങ്ങളും ഭൂമിയിലുള്ള കല്ലുകളും വൃക്ഷങ്ങളെല്ലാം അയാൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ ബാങ്ക് കേട്ട് അതിന് ഉത്തരം നൽകി പള്ളിയിലെത്തിയ നമസ്കാരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം സുനൻ നസായിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ വലഹു അജ്റുമൻ സ്വല്ലമഅഹു, റസൂലുള്ളാഹി പറയുന്നുണ്ട്, അവരുടെ എല്ലാ നമസ്കാരത്തിൻ്റെ ഒരു വിഹിതം ആ ബാങ്ക് വിളിച്ച മുഅദ്ദിന് ലഭിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ ബാങ്ക് വിളിക്കുന്ന ആളുടെ അതിൻ്റെ ശ്രേഷ്ഠത റസൂലുള്ളാഹി പറഞ്ഞു, ഖിയാമത്ത് നാൾ അവർ ഏറ്റവും നീണ്ട കഴുത്തുള്ള ആളുകളായിട്ട് വരും എന്നുള്ളതാണ്. അത് അവരുടെ ആ പ്രാധാന്യമാണ് റസൂലുള്ളാഹി അതുവഴി ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ഹദീസിൽ സമാനമായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ നേർത്ത കാലുകൾ കണ്ട സമയത്ത് ചില ആളുകൾ അത് കണ്ട് ചിരിച്ച സമയത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്,
ഈ കാലുകൾ നാളെ ഉഹുദ് മലയേക്കാൾ ഭാരമുള്ള രൂപത്തിലായിരിക്കും ഖിയാമത്ത് നാൾ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റൊരു ഹദീസ് റസൂലുള്ളാഹിൻ്റെ പത്നിമാർക്കിടയിൽ നിന്നും ആദ്യമായിട്ട് വഫാത്താകുന്ന ആളെ സംബന്ധിച്ച് അത്വലിക്കുന്ന യദൻ, അവർക്കിടയിൽ ഏറ്റവും നീളമുള്ള കൈയുള്ള ആളെന്ന് റസൂലുള്ള വിശേഷിപ്പിച്ചു. പിന്നീടാണ് അവർക്ക് അതിൻ്റെ വ്യാഖ്യാനം മനസ്സിലായത്. ഏറ്റവും സ്വതക്ക നൽകിയ ആൾ എന്നുള്ള രൂപത്തിലാണ് റസൂലുള്ള ആ രൂപത്തിൽ വിശേഷിപ്പിച്ചത്. സമാനമായിട്ടാണ് ഇവിടെയും നീണ്ട കഴുത്ത് എന്നുള്ളത് ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിശേഷിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ആ ബാങ്കിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള പദങ്ങൾ ശ്രവിക്കുന്ന സർവ്വതും ഖിയാമത്ത് നാൾ അനുകൂലമായിട്ട് സാക്ഷിയാകുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു മറുവശം, ശത്രുവായിട്ടുള്ള പിശാചിനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്ക് അങ്ങേയറ്റം അസഹ്യമാണ്. റസൂലുള്ളാഹി സ്വഹീഹായിട്ടുള്ള ഹദീസിൽ പഠിപ്പിച്ചു, ആ ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് പിശാച് പിൻദ്വാരത്തിലൂടെ ദുശബ്ദം പുറപ്പെടുവിപ്പിച്ച് ഒരു വെടിയൊച്ച കേട്ട പക്ഷികൾ ചിതറിപ്പറക്കുന്നത് പോലെ പിശാച് അത് ആ ബാങ്ക് കേട്ട ഉടനെ ഓടി മറിയും എന്നുള്ളതാണ്. അത്രയേറെ അസഹ്യമായിട്ട് പിശാചിന് അത് അനുഭവപ്പെടും എന്നുള്ളതാണ്. പിന്നീട് ആ ബാങ്കിന് സാക്ഷിയാകുന്ന, ബാങ്ക് ശ്രവിക്കുന്ന വിശ്വാസികളായിട്ടുള്ള സർവ്വരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ, നിങ്ങൾ ആ മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയുക. ശേഷം ആ ബാങ്ക് പൂർത്തിയായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അറിയാത്ത ആളുകൾ അത് മനപ്പാടാക്കുക. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ വസീലത വൽ ഫളീല വബഅതഹു മഖാമൻ മഹ്മൂദ അല്ലദീ വഅത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്വർഗത്തിലുള്ള ഉന്നത പദവികൾ, ആ സ്ഥാനം റസൂലുള്ളാഹി പറഞ്ഞത് ഒരാൾക്ക് മാത്രമേ ലഭിക്കൂ. അത് എനിക്കായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചു. അപ്പോൾ ബാങ്കിന് ശേഷം പ്രത്യേകമായിട്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ സ്ഥിരമാക്കുക. റസൂലുള്ളാഹി പറഞ്ഞ ആ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാളെ മരണാന്തര ജീവിതത്തിൽ ആ ഷഫാഅത്തിന് നിങ്ങൾ അർഹരാകും. റസൂലുള്ളാഹിൻ്റെ ഷഫാഅത്ത് ലഭിക്കാൻ അത് കാരണമാകുമെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പ്രാർത്ഥനയെ നമ്മൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഇനി നമ്മൾ ആ നമസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ട് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ആ കർമ്മം ഉളൂഇലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയുടെ 6-ാമത്തെ വചനത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വ ഐദിയക്കും ഇലൽ മറാഫിഖ്. അള്ളാഹു നമസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ട് ഉളൂ നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് ആ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. നമസ്കാരമാകുന്ന ആ നിധിയുടെ അതിൻ്റെ താക്കോല് അതാണ് ഉളൂ എന്നുള്ളത്. ഇപ്പോൾ തുറമുത്തിരിക്കുന്ന ഒരു ഹദീസിൽ മിഫ്താഹു സ്വലാത്തി അത്വഹൂർ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നമസ്കാരത്തിൻ്റെ താക്കോല് ആ ഉളൂ ആണ്. അതുവഴിയാണ്, അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിലൂടെയാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ട് നിർവഹിക്കുന്ന കർമ്മം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രസിദ്ധനായിരുന്ന അലി സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഉളൂ ചെയ്യുന്ന സമയത്തെല്ലാം അങ്ങേയറ്റം ഭയപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം ചുവന്ന ആ രൂപത്തിൽ കാണപ്പെടുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, മാലക്കയ ഇമാം, എന്താണ് നിങ്ങൾക്ക്, എന്തു പറ്റി? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ ഉളൂ ചെയ്തതിന് ശേഷം ആരുടെ മുമ്പിലേക്കാണ് പോയി നിൽക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഓർക്കുന്ന സമയത്തുള്ള ഭയം കാരണമാണ്. ആ രൂപത്തിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരം എത്ര പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെ അതിൻ്റെ ആ ഉളൂവും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ത്വഹൂറു ശത്രുൽ ഈമാൻ, ആ വൃത്തി എന്നുള്ളത്, ത്വഹൂർ എന്നുള്ളത് അത് ഈമാൻ്റെ പകുതിയാണെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പൊതുവായിട്ട് ജനറലായിട്ട് ആ വൃത്തിയെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നതെങ്കിലും സാങ്കേതിക ഭാഷയിൽ ത്വഹൂർ അല്ലെങ്കിൽ ത്വഹാറ എന്ന് വെച്ചാൽ ഉളൂ ആണ്. ഉളൂഹ്, ഉസ്ല് അല്ലെങ്കിൽ കുളി അതെല്ലാം വരുന്നതാണ്. പ്രധാനമായിട്ട് ഉളൂ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഈമാൻ്റെ പകുതി എന്ന് പറയുന്ന സമയത്ത് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ, സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ, ഇസ്ബാഹുൽ ഉളൂ ഇ ശത്രുൽ ഈമാൻ, അപ്പോൾ ആ പൂർണ്ണതയോടുകൂടെയുള്ള ഉളൂ അത് ഈമാൻ്റെ പകുതിയാണെന്ന് ഈ ഒരു ഹദീസിൽ പറയുകയാണ്. അതേസമയം മറ്റേ പകുതി അത് നമസ്കാരമാണ്. നമസ്കാരം ഈമാനോട് വിശേഷിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 143-ാമത്തെ വചനത്തിൽ, വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും, അള്ളാഹു അവിടെ നമസ്കാരത്തെ ഈമാൻ എന്നുള്ള പദം കൊണ്ട് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യമാണ് അതെല്ലാം കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ജിബ്രീൽ ഹദീസ്, ആ ഹദീസിൻ്റെ പല വെർഷനുകളിൽ, ഒരു വെർഷനിൽ ഈമാൻ്റെ ഒരു അർക്കാനായിട്ട്, അതിൻ്റെ ഒരു സ്തംഭമായിട്ട് അൻ തുസ്ബിഖൽ ഉളൂ, ആ ഉളൂഇനെ സംബന്ധിച്ച് അവിടെയും പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി ല അമർത്തുഹും വുളൂഅ ഇൻദ കുല്ലി സ്വലാ, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവില്ലായിരുന്നെങ്കിൽ ഓരോ നമസ്കാര സമയത്തും ആ ഉളൂ ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. ആ രൂപത്തിൽ ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ ഉളൂ നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ ആ ഒരേ ഉളൂഇൽ തന്നെ നിങ്ങൾക്ക് 2-3 നമസ്കാരം നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, അത് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ഞാൻ ആ രൂപത്തിൽ പറയായിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ സദാസമയത്തും ഉളൂഇൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യമാണ് അതെല്ലാം കാണിച്ചു തരുന്നത്. സമാനമായിട്ടുള്ള ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദന്തശുദ്ധിയെ, പല്ല് തേക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അത് ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ 5 നേരവും ആ പല്ല് തേക്കാൻ വേണ്ടി ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്നെല്ലാം സമാനമായിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ സ്വഹീഹ് മുസ്ലിമിലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസ്, മലക്കുകൾക്കിടയിൽ നടക്കുന്നൊരു തർക്കം. മലക്കുകൾ ഒരു വിഷയത്തിൽ അവർ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫീമാ യഖ്തസിമു അൽ മലഉൽ അല. അപ്പം അവരുടെ തർക്ക വിഷയം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അള്ളാഹു പാപം പൊറുക്കാൻ കാരണമായി തീരുന്ന പ്രധാനപ്പെട്ട കർമ്മ ഏതാണ്, അതാണ് അവർക്കിടയിലുള്ള തർക്കം. അപ്പോൾ 3 കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്. അതിലൊന്നാമതായിട്ട് പറഞ്ഞ കാര്യം നോക്കുക, ഇസ്ബാഗുൽ വുളൂഇ അലൽ മക്കാരിഹ്. പ്രതികൂല സാഹചര്യത്തിൽ ഒരാൾ വുളൂ നിർവഹിക്കുന്നത്, അതായത് കഷ്ടപ്പെട്ട നല്ല തണുപ്പുള്ള ഒരു സമയത്തും അതിനൊന്നും വകവെക്കാതെ ഒരാൾ വുളൂ നിർവഹിക്കുന്നതാണ് ഏറ്റവും പ്രതിഫലാർഹം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും പാപം പൊറുക്കാൻ കാരണമായി തീരാമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയാണ്. രണ്ടാമതായിട്ട് അവർ പറഞ്ഞത് പള്ളിയിലേക്ക് വെക്കുന്ന ആ ചുവടുവെപ്പ്, അതായത് പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ സ്റ്റെപ്പുകൾ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ആ പള്ളിയിലേക്ക് ഓരോ കാലടികൾക്കും പ്രതിഫലമുണ്ട്, അത് നിങ്ങളുടെ പാപം പൊറുക്കാൻ കാരണമായി തീരുമെന്ന് പറഞ്ഞു. ഒരു വിഭാഗം ആളുകൾ പറയാണ് അതാണ് ഏറ്റവും പ്രതിഫലം എന്നുള്ളത്. മൂന്നാമതായിട്ട് പറഞ്ഞത് ഇന്തിലാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റേ നമസ്കാരത്തിന് കാത്തിരിക്കുന്നത്. അതിലേതാണ് ഏറ്റവും പാപം പൊറുക്കാൻ കാരണമായി തീരുക എന്നുള്ള വിഷയത്തിലാണ് അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞത് അവിടെ ആ പ്രതികൂല സാഹചര്യത്തിലുള്ള വുളൂ ആണ്. അപ്പോൾ നമ്മൾ നല്ല തണുപ്പുള്ള സമയത്തെല്ലാം, അല്ലെങ്കിൽ ഉറക്ക ഒരവസ്ഥയിലേക്കെല്ലാം എത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഫജറിൻ്റെ സമയത്തെല്ലാം ആ തണുപ്പിൽ പോയിട്ട് വുളൂ നിർവഹിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസമാണ്. പക്ഷേ ആ സമയത്ത് ഈ ഒരു ഹദീസ് ഓർക്കുക, അത് ഏറ്റവും പ്രതിഫലാർഹം. അത് നമ്മൾ എത്ര പ്രയാസപ്പെടുന്നുണ്ട് അത്രയും പ്രതിഫലത്തിൻ്റെ അളവ് കൂടുകയാണ്. അപ്പോൾ നമസ്കാരത്തിന് വേണ്ടി എന്നുള്ള രൂപത്തിൽ ആ വുളൂ ഇല്ലാതെ നമസ്കാരം ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ വുളൂ ചെയ്യുന്ന ആ രൂപത്തിൽ ഒരാൾക്ക് വുളൂ ചെയ്യാം. അതേസമയം അതേ വുളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ആ പ്രാധാന്യങ്ങൾ പറഞ്ഞ ആ ഒരു പ്രാധാന്യം എല്ലാം മനസ്സിലാക്കി ആ നിയ്യത്തോടു കൂടെ നിർവഹിക്കുന്ന സമയത്ത് അതിലൂടെ നിരവധി പ്രതിഫലം അല്ലെങ്കിൽ നിരവധി പാപമോചനെല്ലാം നേടിയെടുക്കാൻ അത് കാരണമായി തീരാണ്. അപ്പോൾ പറയാറുണ്ട്, റുബ്ബ അമലിൻ സഈരിൻ തുഅല്ലിമുഹു നിയ്യ. ചില ചെറിയ കാര്യങ്ങൾ അത് നിയ്യത്ത് ശരിയായി കഴിഞ്ഞാൽ അത് വലിയ കാര്യങ്ങളായിട്ട് മാറും. അതേസമയം ചില വലിയ കാര്യങ്ങൾ അത് നിയ്യത്ത് ശരിയല്ലെങ്കിൽ അത് ഏറ്റവും ചെറുതായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ ആ വലിയ നിയ്യത്തോടു കൂടെ വുളൂഇനെ സമീപിക്കുക എന്നുള്ളതാണ്. പറയുന്ന സമയത്ത് ഓർക്കുന്നത്, പ്രഗത്ഭനായിട്ടുള്ള സമകാലികനായിട്ടുള്ളൊരു പണ്ഡിതൻ ഷെയ്ഖ് അലി ഹമൂദ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് ഒരിക്കൽ അദ്ദേഹം ഗുരുനാഥൻ്റെ കൂടെ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് വാതിലിന് മുട്ടി. അപ്പോൾ അദ്ദേഹം പോയി തുറന്നു കൊടുക്കാനിരിക്കുന്ന സമയത്ത് ഗുരുനാഥൻ പറഞ്ഞു, നിങ്ങൾ പോകേണ്ടതില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഗുരുനാഥൻ നേരിട്ട് പോയി ആ വാതിൽ തുറക്കുകയാണ്. ശേഷം ഒരല്പസമയത്തിന് ശേഷം ആ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തടഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പോവുകയാണെങ്കിൽ എന്ത് നിയ്യത്തിലാണ് നിങ്ങൾ ആ വാതിൽ തുറക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സഹോദരന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുക, ആ ഒരു നിയ്യത്ത് മാത്രമാണ്. അപ്പോൾ ഈ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ 20-ലധികം അല്ലെങ്കിൽ 40ഓളം നിയ്യത്തുകൾ അല്ലെങ്കിൽ ആ സുന്നത്തുകളാണ് ആ ഒരു വാതിൽ തുറക്കൽ വഴി ഞാൻ അവിടെ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ശേഷം ഓരോന്നായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വാതിൽ തുറക്കുന്ന സമയത്ത് സലാം പറയും, പുഞ്ചിരിക്കും, ശേഷം അയാൾക്ക് ആ കൈ കൊടുക്കും, അതിനുശേഷം അയാളെ വീട്ടിലേക്ക് ക്ഷണിക്കും. ആ ക്ഷണിച്ചതിന് ശേഷം ആ സദസ്സിൽ അയാൾക്ക് സ്ഥലം ആ തഫസ്സഹു ഫിൽ മജാലിസ്, അവിടെ സ്ഥലം ഉണ്ടാക്കി കൊടുക്കും. ആ രൂപത്തിൽ അയാൾ മനസ്സിൽ നെയ്യത്ത് വെച്ച ഓരോ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിന് ശേഷം അദ്ദേഹം പറയും, ഞാനത് കേട്ട സമയത്ത് അത്ഭുതപ്പെട്ടു. ആ ഒരു ചെറിയൊരു പ്രവൃത്തിയിൽ അത്രത്തോളം നെയ്യത്തുകൾ ആ ഒരു പണ്ഡിതൻ കൊണ്ടുവരാണ്. സമാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള നെയ്യത്തുകൾ നമ്മൾ കൊണ്ടുവന്ന് അതിനെ വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സമാനമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വുളൂഇൻ്റെ വിഷയത്തിൽ അത് നമസ്കാരത്തിന് ആവശ്യമാണ് എന്നുള്ള ഒരു നിയ്യത്ത് മാത്രം വെക്കാതെ എല്ലാ നിയ്യത്തും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും കാരണമായിത്തീരുന്നതാണ് വുളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുഴുവൻ പാപങ്ങളും, നമ്മൾ ചെയ്ത മുഴുവൻ പാപങ്ങളും ആ ടേബിളിലേക്ക് ആ സമയത്ത് കൊണ്ടുവരിക. അതിനുശേഷം ആ ബിസ്മിയോടുകൂടെ വുളൂ ആരംഭിക്കുക. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്ത് ഓരോ അവയവത്തിൽ ആ വെള്ളം വീഴുന്ന സമയത്ത് ആ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്ത പാപങ്ങൾ ആ വെള്ളത്തോടൊപ്പം കൊടിഞ്ഞു പോകുമെന്നുള്ളതാണ്. അപ്പോൾ മുഖം കഴുകുന്ന സമയത്ത് കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ, അതേപോലെ തന്നെ വായ കൊപ്പിളിക്കുന്ന സമയത്ത് വായ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം, അതേപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ അതെല്ലാം ആ വെള്ളത്തോടൊപ്പം കഴുകിക്കളയും എന്നുള്ളത്. അവിടെ പ്രത്യേകമായിട്ട് അവിടെ ചെറുപാപങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ
സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി ഒരിക്കൽ വുളൂ ചെയ്ത് കാണിച്ചതിന് ശേഷം റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ തവല്ലഹ ഹകദ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഇതേ രൂപത്തിൽ വുളൂ ചെയ്താൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഹദീസ് തന്നെ ധാരാളമാണ്. മനോഹരമായിട്ടുള്ള ഹദീസാണ്. പല സമയത്തായിട്ട് നമ്മൾ പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശരിക്കും ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി ഒരിക്കൽ അനുചരന്മാരോടൊപ്പം ആ ബഖീഉൽ ഗർഖദ്, ആ ഖബർസ്ഥാൻ റസൂലുള്ളാഹി സന്ദർശിച്ചു. റസൂലുള്ളാഹി അങ്ങോട്ട് പ്രവേശിച്ച് ആ ഖബറടക്കം ചെയ്ത ആളുകളോടെല്ലാം റസൂലുള്ളാഹി സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമൽ മുഅ്മിനീൻ വ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. നമ്മൾ പറയാറുള്ള ആ പ്രാർത്ഥന, അവർക്ക് അള്ളാഹിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ, ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുമെന്നുള്ള ആ ഒരു സലാം പറഞ്ഞതിന് ശേഷം ആ ഖബർസ്ഥാനിലേക്ക് റസൂലുള്ളാഹി പ്രവേശിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി അവിടെ വെച്ച് പറഞ്ഞു, എനിക്ക് നമ്മുടെ സഹോദരങ്ങളെ ഈ ദുനിയാവിൽ വെച്ചൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അപ്പോൾ റസൂലുള്ളാഹി അതിനു വേണ്ടി ഒരു ആഗ്രഹം പറയാണ്, നമ്മുടെ സഹോദരങ്ങളെ ദുനിയാവിൽ വെച്ചൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്വഹാബികൾ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, അവലസ്ന ഇഖ്വാനക യാ റസൂലുള്ളാഹി, നിങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ തന്നെയല്ലേ, ഞങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സഹോദരങ്ങളല്ല, മറിച്ച് നിങ്ങളെൻ്റെ സ്വഹാബികളാണ്, എൻ്റെ സഖാക്കളാണ്. സഹോദരങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ശേഷം പിന്നീട് ഉമ്മത്തിലേക്ക് വരാൻ പോകുന്ന വിശ്വാസികളെക്കുറിച്ചാണ്. ഖിയാമത്ത് നാൾ വരെ പിന്നീട് ഇസ്ലാമിലേക്ക് വരാനിരിക്കുന്ന ആ വിശ്വാസികളെ സംബന്ധിച്ചാണ് സഹോദരങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് കേട്ട സമയത്ത് അത്ഭുതത്തോടു കൂടെ വീണ്ടും അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹി, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന അവരെ ഒന്നും താങ്കൾ ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളെപ്പോലെ നിങ്ങൾ കണ്ടിട്ടില്ല, പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ അവരെ ഖിയാമത്ത് നാൾ തിരിച്ചറിയുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടിയായിട്ട് റസൂലുള്ളാഹി ഒരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയാണ്, ഒരുപാട് കറുത്ത കുതിരകൾക്കിടയിൽ നിന്നും ചില കുതിരകളുടെ കാലുകളും അവരുടെ ആ നെറ്റിയിലെല്ലാം വെള്ള നിറം ഉണ്ടെങ്കിൽ ആ കറുത്ത കുതിരകൾക്കിടയിൽ നിന്നും അതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം വരുന്ന ആ സഹോദരങ്ങളെ അവരുടെ ആ വുളൂഇൻ്റെ ഭാഗങ്ങൾ, അതായത് അവരുടെ കൈകാലുകൾ അതേപോലെ തന്നെ മുഖമെല്ലാം അന്നത്തെ ദിവസം, ആ ഖിയാമത്ത് നാളിലെ ദിവസം ആ വുളൂഇൻ്റെ ഭാഗങ്ങളെല്ലാം പ്രകാശിക്കും എന്നുള്ളതാണ്, അവിടെ വെട്ടിത്തിളങ്ങും എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ അവസാനം പറയുകയാണ്, ആ ഹൗലുൽ കൗസറിൻ്റെ അരികെ അവരെ സ്വീകരിക്കാൻ വേണ്ടി ആ നേരത്തെ തന്നെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ, ആമീൻ. അപ്പോൾ വുളൂഇൻ്റെ അടയാളങ്ങൾ അത് വെച്ചിട്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത്. അതായത് നാളെ ഖിയാമത്ത് നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള ആ ഐഡൻറ്റിറ്റി കാർഡ്, അതാണ് യഥാർത്ഥത്തിൽ വുളൂ എന്നുള്ളത്. അത് യഥാക്രമം അതിൻ്റെ പൂർണ്ണതയോടുകൂടെ നിർവഹിക്കുന്ന സമയത്ത് ഒരാളുടെ അകവും പുറവും ശുദ്ധാകുന്നു എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ, ആ തവ്വാബീൻ എന്നുള്ളത് അത് അകത്തുള്ള ആന്തരിക ശുദ്ധിയാണ്, അതേസമയം മുതത്വഹിരീൻ അത് പുറമേക്കുള്ള ശുദ്ധിയാണ്. അപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള ആ ഒരു പ്യൂരിഫിക്കേഷൻ ആ വുളൂ വഴി അയാൾ നേടിയെടുക്കുകയാണ്. അതേപോലെ തന്നെ നേരത്തെ ബാങ്കിന് ശേഷമുള്ള ഒരു പ്രാർത്ഥന, അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. സമാനമായിട്ട് വുളൂഇന് ശേഷവും റസൂലുള്ള ഒരു പ്രാർത്ഥന സുന്നത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ പൂർണ്ണതയോടുകൂടെ വുളൂ നിർവഹിച്ചതിന് ശേഷം മറ്റൊരു സൈഡ് പോയിൻ്റ്, ഇസ്ബാഹുൽ വുളൂ, ആ വുളൂ അതിൻ്റെ പൂർണ്ണതയോടുകൂടെ നിർവഹിക്കേണ്ടതുണ്ട്. ഓർക്കുന്നുണ്ടാവും നമസ്കാരത്തിൻ്റെ ആ ഒരു പ്രാധാന്യം പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ നമസ്കരിച്ച് വന്ന സമയത്ത് അയാളോട് വീണ്ടും വീണ്ടും പോയി നമസ്കരിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. സമാനമായിട്ട് ഒരാൾ ധൃതിപ്പെട്ട് വുളൂ ചെയ്ത സമയത്ത് റസൂലുള്ളാഹി അതിനെ തിരുത്തുന്നുണ്ട്. വൈലുൽ ലിൽ അഖാബി മിനന്നാർ, നെരിയാണി നേരാവണ്ണം നനയാത്ത വിധം കാലെല്ലാം കഴുകി അയാൾ വുളൂ ചെയ്ത സമയത്ത് റസൂലുള്ളാഹി ശക്തമായിട്ടുള്ള ഭാഷയിൽ ആ രൂപത്തിലുള്ള നെരിയാണി നനയാത്ത രൂപത്തിൽ വുളൂ ചെയ്യുന്നത് അത് നരകത്തിലാണ്. ആ രൂപത്തിലെല്ലാം റസൂലുള്ളാഹി അതിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ പൂർണ്ണതയോടുകൂടെ വുളൂ നിർവഹിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു പ്രാർത്ഥനയും ഹദീസുകളിൽ കാണാൻ സാധിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വ ജഅൽനി മിനൽ മുതത്വഹിരീൻ. ഈ ഒരു പ്രാർത്ഥന അത് വളരെ സിമ്പിളാണ്. അത് അറിയാത്ത ആളുകൾ അത് മനപ്പാടാക്കുക. സ്ഥിരമായിട്ട് 5 നേരവും വുളൂഇന് ശേഷം ആ പ്രാർത്ഥന ചൊല്ലുക. റസൂലുള്ളാഹി ആ രൂപത്തിൽ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ, അതായത് വുളൂ പൂർണ്ണതയിൽ നിർവഹിച്ചതിന് ശേഷം ഈ ഒരു പ്രാർത്ഥനയും ചെല്ലുകയാണെങ്കിൽ സ്വർഗത്തിലെ 8 കവാടങ്ങളും അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടുക എന്നുള്ളതാണ്. അതായത് അയാൾക്ക് ഉദ്ദേശിച്ച ആ വാതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്, ആ ഒരു വലിയ സൗഭാഗ്യം ഈ ഒരു ചെറിയ കാര്യം വഴി ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. അത്
നിലനിർത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.